തദ്ദേശകം. നമസ്കാരം, തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. ആദ്യം പ്രാദേശികം. തദ്ദേശ അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ജില്ലാതല തദ്ദേശ അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ജില്ലാ ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി പി. രാജീവ്, കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം. അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. ഹൈബീഡൻ എം.പി, എം.എൽ.എമാരായ ടി. ജെ. വിനോദ്, പി. വി. ശ്രീനിജൻ, കെ. ബാബു, കെ. എൻ. ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ഡെപ്യൂട്ടി മേയർ കെ. എ. ആൻസിയ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS, പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS, ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതി. മന്ത്രി എം.പി. രാജേഷ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. പാലക്കാട് മണപ്പുള്ളിക്കാവ് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ ഭേദഗതികൾ കൊണ്ടുവരും. 106 ചട്ടങ്ങളിലായി 350ഓളം ഭേദഗതികളാണ് പരിഗണനയിൽ. പാലക്കാട് ലഭിച്ച 1003 പരാതികളിൽ 924 അദാലത്തിൽ തന്നെ പരിഹാരമായി. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ. കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ സ്വാഗതവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം. കെ. ഉഷ നന്ദിയും പറഞ്ഞ ചടങ്ങിൽ MLA-മാരായ എ. പ്രഭാകരൻ, അഡ്വക്കേറ്റ് കെ. ശാന്തകുമാരി, മുഹമ്മദ് ബൂസിൻ, പി. മമ്മിക്കുട്ടി, അഡ്വക്കേറ്റ് കെ. പ്രേംകുമാർ, കെ. ഡി. പ്രസേനൻ, പി. സുമോദ്, കെ. ബാബു, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS, റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS, ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര IAS, M. K. ജയപ്രകാശ്, C. K. ചാമുണ്ണി, വി. സേതുമാധവൻ, ഇ. ചന്ദ്രബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വീടിന്റെ ഒരു വശത്തെ സെറ്റ് ബാക്കിൽ 20 സെന്റിമീറ്റർ കുറവുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടി 4 വർഷമായി ലഭിക്കാതിരുന്ന കെട്ടിട നമ്പർ ഉടൻ അനുവദിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉത്തരവിട്ടു. ലൈഫ് PMAY പദ്ധതി പ്രകാരം 48 ചതുരശ്ര മീറ്റർ മാത്രം വിസ്തീർണമുള്ള വീടാണ് പാലക്കാട് ഒതുങ്ങോട് സ്വദേശി ആമനക്കുട്ടി നിർമ്മിച്ചത്. കഴിഞ്ഞ 4 വർഷമായി വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും നമ്പറും ലഭിക്കാത്തതിനാൽ പൂർത്തിയായി വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ഭവന ആനുകൂല്യത്തിന്റെ അവസാന ഘടകവും കിട്ടിയിരുന്നില്ല. ഈ പരാതിയുമായാണ് ആമിനക്കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിലെത്തിയതും ഉടൻ പരിഹാരം ആയതും. പൊതുശ്മശാന ഭൂമി കയ്യേറിയതായ പരാതിയിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പാലക്കാട് എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിൽ കോഴിപ്പതി വില്ലേജിൽ വാർഡ് 10-ൽപ്പെട്ട പൊതുശ്മശാന ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയുന്ന പരാതിയിലാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഭൂമി താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ അളന്ന് തിട്ടപ്പെടുത്തണം. പൊതുപ്രാധാന്യമുള്ള ആവശ്യം മുൻനിർത്തി നൽകിയ പരാതിയിൽ 2 വർഷമായിട്ട് നടപടികൾ ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നടന്ന തദ്ദേശ അദാലത്തിലാണ് നടപടി ഉണ്ടായത്. കിലയിൽ തുടങ്ങുന്ന ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസ് ബിരുദ കോഴ്സുകൾക്ക് കാലിക്കറ്റ് സർവകലാശാല അംഗീകാരം. മുളങ്കുന്നത്ത് കവിലക്കയിലെ ആസ്ഥാനത്താണ് വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണവും അടിസ്ഥാനമാക്കി 4 വർഷ ബിരുദ കോഴ്സുകൾ നടത്തുക. BA റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസ്, BA ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. +2 ഓർ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 2 കോഴ്സുകൾക്കും 30 സീറ്റുകൾ വീതം ഉണ്ടാവും. കിലയുടെ കീഴിലുള്ള തളിപ്പറമ്പ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സെന്റർ ഫോർ ലീഡർഷിപ്പ് സ്റ്റഡീസ് കേരള ക്യാമ്പസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പ് IPPL-ലേക്ക് 2024-25 അധ്യയന വർഷത്തിലെ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള MA സോഷ്യൽ എന്റർപ്രന്യൂർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ്, MA പബ്ലിക് പോളിസി ആൻഡ് ഡെവലപ്മെന്റ്, MA ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസ് എന്നീ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള തീയതികളിൽ കില തളിപ്പറമ്പ് സെന്ററിൽ നടക്കുന്ന തത്സമയ കൂടിക്കാഴ്ചയിലൂടെ പ്രവേശനം നടത്തും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഫോൺ 046022000904. അടുത്ത നമ്പർ 9895094110. സ്ത്രീകളുടെ ശാരീരിക മാനസിക പ്രത്യുൽപാദന ആരോഗ്യം എന്നിവയെ അടിസ്ഥാനമാക്കി കില ആസ്ഥാനത്ത് വിദഗ്ധരുടെ ശില്പശാല സംഘടിപ്പിച്ചു. ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇടപെടൽ സാധ്യതകൾ എന്നിവ ചർച്ച ചെയ്യുകയും പരിശീലന മൊഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 13-14 തീയതികളിലായി നടന്ന ശില്പശാലയ്ക്ക് കില അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് ഡോക്ടർ അമൃത KPN, ആരോഗ്യമേഖലയിലെ വിദഗ്ധർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനം കിലയുടെ വിവിധ സെന്ററുകളിൽ വിപുലമായി ആചരിച്ചു. മുളങ്കുന്നത്ത് കാവിലെ കില ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ IAS പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. കില ഫിനാൻസ് ഓഫീസർ ദിവ്യ ഡൊമിനിക്, അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ KP ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് ഡോക്ടർ അമൃത KPN, കില ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
കൊട്ടാരക്കര CHRD സെന്ററിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ CHRD ഡയറക്ടർ വി സുദേശൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കില മണ്ണുത്തി CGG സെന്ററിൽ പ്രിൻസിപ്പൽ ട്രീസ ജോസ് പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് നേതൃത്വം നൽകി. കൊട്ടാരക്കര CSCD സെന്ററിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ലെക്ചറർ ഷിഞ്ചു കുര്യൻ പതാക ഉയർത്തി. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സോഷ്യൽ ഓഡിറ്റ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാർക്കായി 4 ദിവസം നീളുന്ന പരിശീലനം കിലയിൽ സംഘടിപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ എസ് നിസാമുദ്ദീൻ IAS പരിശീലനം ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഓഡിറ്റ് ഡയറക്ടർ ഡോക്ടർ രമാകാന്തൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർക്കായി കില IT വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹാർഡ്വെയർ ക്ലിനിക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലെ IT സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2 ബാച്ചുകളായിരുന്നു പരിശീലനം. കില സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മിറാഷ് OS, ടെക്നിക്കൽ അസിസ്റ്റന്റ് അനൂപ് PA, റിസോഴ്സ് പേഴ്സൺ റിനിൽ B എന്നിവർ ക്ലാസ് എടുത്തു. IT കൺസൾട്ടന്റ് അഷ്ഫാഖ് അൻവർ, റിസോഴ്സ് പേഴ്സൺ ആൽബിൻ ബിജു തുടങ്ങിയവർ സാങ്കേതിക സഹായം നൽകി. ആകാശ് KM കോർഡിനേറ്ററായി. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 74ഓളം ടെക്നിക്കൽ അസിസ്റ്റന്റുമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനാചരണത്തോട് അനുബന്ധിച്ച് കിലയിലും സദ്ഭാവന ദിനം ആചരിച്ചു. കില ആസ്ഥാനം സംഘടിപ്പിച്ച സദ്ഭാവന ദിനാചരണത്തിൽ കില അർബൻ ചെയർ പ്രൊഫസർ അജിത് കാളിയത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജീവനക്കാരും പരിശീലനാർത്ഥികളും പ്രതിജ്ഞ ഏറ്റുചൊല്ലി. കില അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ KP ഉണ്ണികൃഷ്ണൻ, മീഡിയ കോർഡിനേറ്റർ PV ഷെബി, കിലയിലെ വിവിധ ജീവനക്കാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പ്രഥമ ഭരണഘടനാ സാക്ഷരതാ വാർഡായി പള്ളിച്ചൽ പഞ്ചായത്തിലെ കുറുണ്ടിവിള വാർഡിനെ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാഗേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ IB സതീഷ് MLA ആണ് പ്രഖ്യാപനം നിർവഹിച്ചത്. കസ്തൂർബ ഗ്രാമീണ ഗ്രന്ഥശാല നേതൃത്വം നൽകിയ ഭരണഘടനാ സാക്ഷരതാ യജ്ഞത്തിലൂടെയാണ് കുറുണ്ടിവിള വാർഡ് ഈ നേട്ടം സ്വന്തമാക്കിയത്. യോഗത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിവേഷ് UC മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T മല്ലിക, V വിജയൻ, CR സുനു, ഗ്രന്ഥശാല സെക്രട്ടറി M മഹേഷ് കുമാർ, ബ്ലോക്ക് മെമ്പർ NT മനീഷ്, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഭരണഘടനയുടെ ആമുഖം, പൗരന്റെ മൗലികാവകാശങ്ങളും കർത്തവ്യങ്ങളും, ഭരണഘടനയുടെ നാൾ വഴി, രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം വരെയുള്ള പഠന പദ്ധതി എന്നിവയാണ് 50 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചത്. മികച്ച പ്രവർത്തനം നടത്തിയവർക്കുള്ള അവാർഡുകളും MLA വിതരണം ചെയ്തു. പാർലം ഗ്രാമപഞ്ചായത്തിന്റെയും പാർലം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനവും മികച്ച കർഷകർക്കുള്ള ആദരവും കർഷക തൊഴിലാളി അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാചരണത്തിന്റെ ആഡംബരങ്ങൾ കുറച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള 25,000 രൂപ MLAക്ക് കൈമാറി. മുതിർന്ന കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ തങ്കമണി പുഷ്കറിനെ MLA ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് P പോൾ, K പ്രമോദ്, വിദ്യാനന്ദനൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച യുവ കർഷകൻ, മികച്ച വനിതാ കർഷക, മികച്ച ക്ഷീര കർഷകൻ, മികച്ച കർഷക തൊഴിലാളി, മികച്ച വിദ്യാർത്ഥി കർഷകൻ, മികച്ച കുടുംബശ്രീ JLG ഗ്രൂപ്പ്, മികച്ച കാർഷിക സേവന സംഘം തുടങ്ങി വിവിധ തല അവാർഡുകളും വിതരണം ചെയ്തു. ശ്വാസതടസ്സം നേരിട്ട 1.5 വയസ്സുകാരിക്ക് രക്ഷകരായി കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർ. പുത്തൂർ ചെറുമങ്ങാട് സ്വദേശി പ്രവീണിന്റെയും ജിഷയുടെയും മകൾ ശിവഗംഗയ്ക്കാണ് പഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവർ സുരേഷ് കുമാർ, ക്ലർക്ക് മീനു ലക്ഷ്മണൻ, ഓഫീസ് അസിസ്റ്റന്റ് സ്മിത എന്നിവർ രക്ഷകരായത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പുത്തൂരിൽ നിന്നുള്ള യാത്രാമധ്യേ കശുവണ്ടി ഫാക്ടറിക്ക് സമീപത്ത് വെച്ചായിരുന്നു സുഖമില്ലാത്ത കുഞ്ഞിനെയും അമ്മയും അവർ കണ്ടത്. ശ്വാസതടസ്സം നേരിടുന്ന കുഞ്ഞിനെയും എടുത്ത് കരഞ്ഞുകൊണ്ട് ഓടുകയായിരുന്നു അമ്മ ജിഷ. ഉടൻ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു ജീവനക്കാർ ചെയ്തത്. കുഞ്ഞിനെ രക്ഷിച്ചവരുടെ ജിഷയും കുടുംബവും നന്ദി അറിയിച്ചു. ജീവനക്കാരുടെ മനുഷ്യത്വപരവും മാതൃകാപരവുമായ പ്രവർത്തനം പഞ്ചായത്തിനും ഓഫീസ് ജീവനക്കാർക്കും അഭിമാനം നൽകുന്നതായും ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും പഞ്ചായത്ത് സെക്രട്ടറി V സിജിത് കുമാർ പറഞ്ഞു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെ ജില്ലയുടെ തെക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് കൊരട്ടി. പുതിയ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നപ്പോൾ ശുചിത്വമുള്ള കൊരട്ടിയെ സൃഷ്ടിക്കുക എന്നതിനാണ് മുന്തിയ പരിഗണന നൽകിയത്. മാലിന്യരഹിത കൊരട്ടി, ഹരിത കൊരട്ടി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് 2021-22 വർഷത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ഗ്രീൻ കൊരട്ടി കെയർ കൊരട്ടി പദ്ധതി. പ്രധാനമായും 4 പദ്ധതികളാണ് ഗ്രീൻ കൊരട്ടി കെയർ കൊരട്ടി പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഹരിതകർമ്മസേനയുടെ രൂപീകരണവും വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങളുടെ ശേഖരണവുമായിരുന്നു അവയിൽ പ്രധാനം. 5 തരം മാലിന്യങ്ങളുടെ ശേഖരണമായിരുന്നു ആദ്യഘട്ടം. പഞ്ചായത്തിലെ 10,000-ഓളം വീടുകളിലും സ്ഥാപനങ്ങളിലും കയറി ഹരിതകർമ്മസേനാംഗങ്ങളും യുവജന സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരുമാണ് അവ ശേഖരിച്ചത്. പിന്നീട് അത് ശാസ്ത്രീയമായി വേർതിരിച്ച് ഗ്രീൻ കെയറുടെ അടക്കമുള്ള കമ്പനികളിലൂടെ കയറ്റി അയക്കുകയും ചെയ്തു. 2021-22 22 ടൺ മാലിന്യം വേർതിരിച്ച് കയറ്റി അയക്കാൻ കഴിഞ്ഞുവെന്നതും എടുത്തു പറയേണ്ടതാണ്.
ആകെ കയറിപ്പോയ പ്ലാസ്റ്റിക് 18,844 കിലോഗ്രാം. ലെഗസി വേസ്റ്റ് 2,354 കിലോഗ്രാം. ആകെ കയറിയ വീടുകൾ 36,611. ആകെ കയറിയ സ്ഥാപനങ്ങൾ 1,979. ആകെ അംഗങ്ങൾ 20. ആകെ കിട്ടിയ യൂസർ ഫീ 7,17,530 രൂപ. തുടക്കത്തിൽ 35% ഉണ്ടായിരുന്ന യൂസർ ഫീ കളക്ഷൻ ഇപ്പോൾ 60%-തിനടുത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞുവെന്നത് ഏറെ ശ്രദ്ധേയമാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള പ്രവൃത്തി സമയത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ചെന്ന് അജൈവ മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ശേഖരിച്ച് MCF, RRF സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു നാടിനെ മാലിന്യ വിമുക്തമാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. പ്രസ്തുത RRFൽ കംപ്രസർ സംവിധാനം, ബെയിലിംഗ് യൂണിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് പ്രസ്തുത പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്. ഗ്രീൻ കൊരട്ടി കെയർ കൊരട്ടി പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കൊരട്ടി മാലിന്യ വിമുക്ത ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് ഏറെ അടുക്കുകയാണ്. 2200 ചതുരശ്ര അടി വിസ്തീർണമുള്ള RRF കൊരട്ടി പഞ്ചായത്തിന് സ്വന്തമായുണ്ട്. ഒപ്പം ഹരിതകർമ്മ സേനയ്ക്കുള്ള വാഹനവും. സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം തൃശൂർ ജില്ലയിൽ ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കൊരട്ടിയാണ്. വീടുകളും സ്ഥാപനങ്ങളുമായി 10,545 സ്ഥലങ്ങളാണ് ഈ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേന പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021-22 പുരസ്കാരം നേടിയത് കൊരട്ടി ഗ്രാമപഞ്ചായത്താണ്. സാരി തരൂ സഞ്ചി തരാം. ഉപയോഗശൂന്യമായ സാരികൾ കുടുംബശ്രീ വഴി ശേഖരിച്ച് അത് മനോഹരമായ സഞ്ചികളാക്കി വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകുന്ന പദ്ധതിയാണ് സാരി തരൂ സഞ്ചി തരാം. ഇതുവരെ 7,400 വീടുകളിൽ ഈ പദ്ധതി പ്രകാരം തുണിസഞ്ചികൾ നൽകാനും അതുവഴി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാനും കൊരട്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഗ്രീൻ കൊരട്ടി കെയർ കൊരട്ടി പദ്ധതിയിൽ മൂന്നാമത്തേതാണ് ബോട്ടിൽ ബൂത്ത് പദ്ധതി. CSR ഫണ്ട് ഉപയോഗിച്ച് കൊരട്ടിയിലെ വിവിധ പൊതു ഇടങ്ങളിൽ 27 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പാതയോരങ്ങളിലും ജലാശയങ്ങളിലും വലിച്ചെറിയുന്നതിന് പകരം ബൂത്തുകളിൽ നിക്ഷേപിക്കുന്ന സംസ്കാരമായി അത് മാറുന്നു. പാരിസ്ഥിതിക സൗഹാർദ്ദത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ 2000-ലധികം മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തു. കുടുംബശ്രീ, അങ്കണവാടി, ആശാപ്രവർത്തകർ എന്നിവർക്ക് പ്രസ്തുത പരിപാടിയുടെ ഭാഗമായി IMAയുടെ സഹായത്തോടെ ബോധവൽക്കരണ പരിശീലന പരിപാടിയും നടത്തുകയുണ്ടായി. തൃശൂർ ജില്ലാ കളക്ടർ ശ്രീമതി ഹരിത വി കുമാറാണ് CSR ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കിയ മെൻസ്ട്രൽ കപ്പുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ടേക്ക് എ ബ്രേക്ക്. കൊരട്ടി പഞ്ചായത്ത് ദേശീയപാതയിൽ നിർമ്മിച്ച മനോഹരമായ വഴിയോര വിശ്രമകേന്ദ്രത്തിൽ ഏറ്റവും ആധുനികമായ ശുചിത്വ സൗകര്യങ്ങളാണ് ഉള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ആധുനിക ടോയ്ലറ്റ് കോംപ്ലക്സ്, സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ മെഷീൻ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ക്രിമറ്റോറിയം, നക്ഷത്രവനം. തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രിമറ്റോറിയം കൊരട്ടി പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം ശരാശരി 4 മൃതശരീരങ്ങൾ വരെ സംസ്കരിക്കാൻ സാധിക്കുന്ന ക്രിമറ്റോറിയത്തിൽ വളരെ നല്ല രീതിയിലുള്ള നക്ഷത്രവനവും ഒരുക്കിയിട്ടുണ്ട്. കൊരട്ടി പഞ്ചായത്തിന്റെ അഭിമാനകരമായ പദ്ധതികളിലൊന്നാണ് മഞ്ഞൾ പ്രസാദം. കാടുകയറി മാലിന്യ നിക്ഷേപ സ്ഥലമായിരുന്ന കൊരട്ടി ഗാന്ധിഗ്രാം തൊക്കുരാഗ് ആശുപത്രിയുടെ 10 ഏക്കർ ഭൂമിയിൽ കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് മഞ്ഞൾ പ്രസാദം നടപ്പിലാക്കിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലും പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ശുദ്ധമായ മഞ്ഞളും നൽകാൻ കഴിഞ്ഞുവെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം. കൊരട്ടിയെ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഫലവൃക്ഷ തൈകളുടെ നഴ്സറി. 5000-ഓളം തൈകൾ നട്ടുപരിപാലിച്ച് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളായ സ്നേഹമരം, ഓർമ്മമരം, പച്ചത്തുരുത്ത് എന്നീ പദ്ധതികളിലേക്ക് ഈ തൈകളാണ് പ്രയോജനപ്പെടുത്തിയത്. മാലിന്യ നിർമ്മാർജ്ജനം എന്ന വെല്ലുവിളിയെ നേരിട്ടും പരിഹരിച്ചുമല്ലാതെ ആധുനിക സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. പൊതുസമൂഹത്തെ ബോധവൽക്കരിച്ചും സഹകരിപ്പിച്ചുമാണ് മാലിന്യ വിമുക്ത കൊരട്ടി എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര. ഗ്രീൻ കൊരട്ടി കെയർ കൊരട്ടി എന്നത് ആശയം മാത്രമല്ല, സാക്ഷാത്കാരം കൂടിയാണ്. ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ അറിയാം. ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി മേഖലയിൽ സേവനം നൽകി വരുന്നു. പൊതിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും 4 സബ് സെന്ററുകളുമാണ് പ്രധാന സേവനദാതാക്കൾ. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മികച്ച സേവനം നൽകി വരുന്നു. ഗവൺമെന്റ് സപ്ലൈക്ക് പുറമെ ആവശ്യമായ മെഡിസിനുകൾ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോക്കൽ പർച്ചേസിൽ മെഡിസിൻ ലഭ്യമാക്കി വരുന്നു. ഡോക്ടറുടെ സേവനം എല്ലാ ദിവസവും ലഭ്യമാണ്. സബ് സെന്ററുകൾ മുഖേന ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുന്നു. മെഡിക്കൽ ക്യാമ്പുകൾ, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എന്നിവ നടന്നുവരുന്നു. സ്വാന്തന ചികിത്സാ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. 172 കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി പാലിയേറ്റീവ് നഴ്സിന്റെ നേതൃത്വത്തിൽ സ്വാന്തന ചികിത്സ നൽകി വരുന്നു. കൂടാതെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ നൽകി വരുന്നു.
EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനവും ഇതിനോടൊപ്പം സമാന്തരമായി പ്രവർത്തിക്കുന്നു. പാലിയേറ്റീവ് പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കായി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക വാഹനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം മുൻനിർത്തി നൂതനമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു. ജില്ലയിലെ തന്നെ ആദ്യത്തെ പകൽ വീട് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ പഞ്ചായത്തിലാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പകൽ വീട് തുറന്ന് പ്രവർത്തിക്കുന്നു. പത്രം, TV, പുസ്തകങ്ങൾ, മറ്റ് വിനോദ ഉപാധികൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ദിനം പ്രതി നിരവധി മുതിർന്ന പൌരന്മാർ പകൽ വീടിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. ആയുയുടെ സേവനം പകൽ വീട്ടിൽ ലഭ്യമാണ്. പകൽ വീട്ടിലെത്തുന്നവർക്ക് ലഘുഭക്ഷണം നൽകുന്നതിനുള്ള സൗകര്യവും ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. പകൽ വീട് പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ്. ചെങ്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കാനുള്ളത്, അതിദരിദ്രർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള സഹായങ്ങളാണ് പഞ്ചായത്ത് ഇതുവരെ നൽകിയിട്ടുള്ളത്? അതിദരിദ്രർക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം എല്ലാ വാർഡിലും സർവേ എടുത്തു. അപ്പോൾ ആ സർവേ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ കുടുംബശ്രീ വിട്ടാണ്ട് കൂടുതലും ചെയ്തിട്ടുള്ളത് വാർഡ് മെമ്പർമാരും അതോടൊപ്പം കുടുംബശ്രീ ആശാ വർക്കർമാർ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സർവേ നടത്തിയത്. അപ്പോൾ സർവേ നടത്തിയപ്പോൾ നമുക്ക് ഒരു 105ഓളം പേരെ നമുക്ക് സർവേയിൽ കിട്ടി. അതിൽ നിന്ന് വീണ്ടും നമ്മൾ വാർഡ് തലത്തിലോട്ട് പോയിട്ട് അവിടെ തന്നെ വിളിച്ചു കൂട്ടി, വാർഡ് ബേസ് ചെയ്ത് വിളിച്ചു കൂട്ടി. അതിന് മുമ്പ് നമുക്കിപ്പം 95 പേരാണ് ഇപ്പം നിലവിൽ അതിദരിദ്രരായിട്ട് ഉള്ളത്. അപ്പോൾ അവരുടെ വീടുകളിൽ പോയി സർവേ നടത്തിയപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ആവശ്യമാണ്. ആവശ്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുഖമില്ലാതെ കിടക്കുന്ന വീടുണ്ട്, പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്, ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഇങ്ങനെയുള്ള വീടുകളിൽ ഈ തൊഴിൽപരമായി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടവരുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ FHSC വഴി മരുന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അത് നടപ്പിലാക്കി വരികയാണ്. പിന്നെ ഭക്ഷണം ആവശ്യപ്പെട്ടവർക്ക് 3 നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കിറ്റ്, അതായത് വേവിച്ച് കഴിക്കാനുള്ള കിറ്റ് അവരാവശ്യപ്പെട്ടതനുസരിച്ച് അത് നടപ്പിലാക്കി വരികയാണ്. പിന്നെ തൊഴിലാവശ്യപ്പെട്ടവർക്ക് നമ്മൾ തൊഴിലുറപ്പിൽ ഒക്കെ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പഞ്ചായത്ത് ബേസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേന് അവരെ നമ്മൾ ഉൾപ്പെടുത്തി പോകാറുണ്ട്. പിന്നെ വീടാവശ്യപ്പെട്ടവർക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതെ, കൊടുത്തു. കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിൽ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ കൊടുക്കുകയുണ്ടായി. നല്ലൊരു എമൗണ്ടാണ് നമ്മൾ അതിദാരിദ്ര്യ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പഞ്ചായത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫണ്ട് വെക്കണം. നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്ന് വേറൊരു ഫണ്ടും എടുത്ത് നമുക്ക് ഈ അതിദാരിദ്ര്യ പദ്ധതിയിലോട്ട് വെക്കാനായിട്ട് പറ്റില്ല. കാർഷിക മേഖലയിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇതുവരെ നടത്തിയിട്ടുള്ളത്? നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത്. ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ആ പേരിനോട് സാമ്യമുണ്ട്. ചെങ്കൽ എന്നുള്ള ആ ഒരു മണ്ണിനോട് സാമീപ്യമുള്ള ഒരു പേരാണ് നമ്മുടെ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ നെൽകൃഷി ഉള്ള ഒരു പഞ്ചായത്തായിരുന്നു. 6 പാടശേഖര സമിതി ഉള്ള ഒരു പഞ്ചായത്താണ് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത്. ഒരു അതിവിസ്തൃതിയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കൃഷിക്ക് ആണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ടുള്ളതും ഉൽപ്പാദന മേഖലയിൽ കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് വാഴ കൃഷി, നേന്ത്രവാഴ കൃഷിയുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറി ഏറ്റവും കൂടുതൽ വിളയിച്ചെടുക്കുന്ന, അതായത് നമ്മുടെ ഗവർണർ വരെ നമ്മൾ വന്ന് അവിടുത്തെ വ്ളാട്ടാങ്കര ചീര എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു പഞ്ചായത്താണ്. അപ്പോൾ മൊത്തം നമ്മൾ അവിടെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വരുന്നത്. അവിടെ നമുക്ക് വീണ്ടും ഈ അന്യം നിന്ന് പോയ ഒരു നെൽകൃഷിയെ
വീണ്ടെടുക്കുകയാണ് നമുക്ക് പരമപ്രധാനമായ നമുക്ക് ഇപ്പോഴത്തെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് നെൽകൃഷി പല അരി ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ മറ്റ് സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് നമ്മൾ വരുന്നത്. അവിടുന്ന് നമ്മൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് വിളയിച്ച് നമുക്ക് അരിയാഹാരം കഴിക്കണമെന്നുള്ളത് കൊണ്ട് നമുക്ക് നെൽകൃഷിയെ വീണ്ടും അന്യം നിന്ന് പോയ നെൽകൃഷിയെ വീണ്ടും കൊണ്ടുവരേണ്ട ഒരു താല്പര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി പിന്നെ ഈ പച്ചക്കറി കൃഷി ഏറ്റവും കൂടി വിളയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാൻസർ രോഗികളുമുള്ള ഒരു പഞ്ചായത്താണ്. എന്നു പറഞ്ഞാൽ വിഷമുള്ള പിന്നെ പച്ചക്കറികളാണ് മറ്റ് അന്യ സംസ്ഥാനത്തിന് വരുന്നത്. അത് മാറ്റി നിർത്തി നമ്മുടെ സ്ഥലത്ത് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ നമ്മളെ പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കഴിക്കുക അതാണ് നമുക്ക് താല്പര്യം. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. തൊഴിലുറപ്പിൽ കൂടി നമ്മൾ പാട്ടക്കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ പച്ചക്കറി വിളയിച്ച് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പച്ചക്കറി സംഭരിച്ച് വിപണനം ചെയ്യാൻ വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഒരു സൊസൈറ്റി രൂപീകരിക്കുവാനും നമുക്ക് ഇപ്പം പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷീരോത്പാദക കർഷകർ നമ്മുടെ പഞ്ചായത്തിൽ കൂടുതലാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പശു വാങ്ങിക്കുവാൻ വേണ്ടി നമ്മൾ സബ്സിഡി നിരക്കിൽ പിന്നെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മളെ പഞ്ചായത്തിൽ നിന്നുമല്ല വേറെ പഞ്ചായത്തിൽ നിന്നും പശു വാങ്ങിച്ച് അതിൻ്റെ എണ്ണം കൂട്ടി ക്ഷീര കർഷകർക്ക് വേണ്ടി ക്ഷീരോത്പാദനം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ കർഷകർക്ക് പാൽ സബ്സിഡി കൊടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട്, കാലിത്തീറ്റ വെച്ചിട്ടുണ്ട്. അങ്ങനെ കന്നുകുട്ടി പരിപാലനം നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ക്ഷീര കർഷകർക്ക് വേണ്ടിയുള്ള പ്രയോജനമുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യം സർക്കാരിൻ്റെ പദ്ധതികൾ തന്നെയാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഹരിതകർമ്മ സേനയെ നമ്മളെടുത്തു. അവർ മുഖാന്തരം എല്ലാ വീടുകളിലും പോയി പ്ലാസ്റ്റിക് ശേഖരിച്ച് യൂസർ ഫീ വാങ്ങി അതൊരു വലിയ ഇതായിട്ട് തന്നെയാണ് നമ്മൾ നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയും മാരക രോഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണല്ലോ സർക്കാർ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അത് നമ്മളും അതിനോട് അഭിനന്ദിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്തിനോടടുത്ത് തന്നെ ഒരു മാർക്കറ്റുണ്ട്, സേതുലക്ഷ്മീപുരം മാർക്കറ്റ്. അപ്പോൾ അവിടെ വരുന്നതായ ഈ മാർക്കറ്റിൽ വരുന്നതായ ഈ പച്ചക്കറി വേസ്റ്റും മറ്റു വേസ്റ്റുകളും ഒക്കെ അവിടെ നമ്മൾ നേരത്തേക്ക് ഒരു കുഴിയെടുത്ത് അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ പ്രോജക്റ്റ് വെച്ചൊരു തുമ്പൂർ മൊഴി നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ മാലിന്യം എല്ലാം നമ്മൾ അതിലോട്ടാണ് നീക്കം ചെയ്യുന്നത്. അതിൽ ആളെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തുമ്പൂർ മൊഴിയിൽ വരുന്നതായ മാലിന്യം അതിനി ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു 4-5 മാസം ആയിട്ടേ ഉള്ളൂ. അതിനി ജൈവവളമാക്കി മാറ്റിയെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ തുമ്പൂർ മൊഴി എന്നുള്ള പ്രോജക്റ്റ് വെച്ച് ഓക്കെ. യൂസർ ഫീ കളക്ഷനുണ്ട്. പിന്നെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ജനങ്ങളല്ലേ, നമുക്ക് അവരുടെ അടുത്ത് പോയി പൈസ ആവശ്യപ്പെടുമ്പോൾ പ്ലാസ്റ്റിക്കും തരണം പൈസയും തരണം എന്നുള്ള ആ ഒരു സംസാരമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രാമസഭകളിലൂടെയും കുടുംബശ്രീ വഴിയൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ നമുക്ക് 80% യൂസർ ഫീ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 100% ആയിട്ടില്ല എങ്കിൽ തന്നെയും ഒരു കൂടി വരുന്നുണ്ട്. നല്ല ജനങ്ങളിൽ നിന്ന് നല്ല അഭിപ്രായമൊക്കെയാണ് കിട്ടുന്നത്. പല സ്ഥലങ്ങളിലും ബയോബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതെ, ബയോബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് എങ്ങനെയുള്ള ഇടപെടലുകളാണ് ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്? നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞത് പ്രാദേശികമായിട്ട് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനങ്ങളെ തിങ്ങി വസിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു FHC ഉണ്ട്. അവിടെ പിന്നെ നമ്മുടെ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പം തന്നെ ഒരു 300-350ഓളം OP ആളുകൾ വരുന്നുണ്ട്. നേരത്തെ 2012 നമ്മുടേതായ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നപ്പോൾ നമ്മളവിടെ IP ആയിട്ട് കിടത്തി ചികിത്സാ സൗകര്യത്തോടു കൂടി 50 കിടക്കകളുള്ള കിടത്തി ചികിത്സാ സൗകര്യം നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഇതനുസരിച്ച് അത് IP-യെ 2018 FHC ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ IP ആയിട്ട് അവിടെ ഇല്ല, OP മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ 3 ഡോക്ടറും
പിന്നെ അതിൻ്റേതായ സിസ്റ്റം നഴ്സുമാരും പിന്നെ JHI ബാക്കി എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് 50 കിടക്കലുള്ള ഒരു സൗകര്യത്തോടുള്ള ഒരു ബിൽഡിംഗ് അവിടെ നിലവിലുണ്ട്. 2012 നമ്മൾ കൊണ്ടുവന്ന ഒരു ഇത്. വീണ്ടും നമ്മളെ ഭരണസമിതി ആലോചിച്ച് നമുക്ക് വീണ്ടും ആ IP ആയിട്ട് അതിന് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും നമ്മൾ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ തുടർ പദ്ധതി എന്നോളം നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ പോയി കണ്ടു, സംസാരിച്ചു. തത്വത്തിൽ നമുക്ക് തരാമെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര താലൂക്ക് ബേസ് അനുസരിച്ച് നമ്മൾ 50ഓളം കിടക്കലുള്ള കിടത്തി ചികിത്സ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ ആളുകൾക്ക് പിന്നെ തുടർ ചികിത്സ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. പ്രായമുള്ള ആളുകൾക്കും പ്രായം കുറഞ്ഞ ആളുകൾക്കും വ്രണം വന്ന് കാലിലൊക്കെ വ്രണം വന്ന് അത് നിരന്തരം മാറാത്ത ഒരു സാഹചര്യം അങ്ങനെ നിലവിലുണ്ട്. അവരെയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊരു IP ആയിട്ട് കിടത്തി ചികിത്സാ സൗകര്യത്തിലുള്ള ഒരു ആശുപത്രിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ അത് നടക്കുമെന്നാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. നമ്മുടെ ഇപ്പോൾ തന്നെ പഞ്ചായത്തിൽ നമുക്ക് ഒരു ഡോക്ടറുണ്ട്, അതുപോലെ ഒരു നേഴ്സുണ്ട്, ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്, ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ട്. അല്ലാതെ പിന്നെ NRHMനുള്ള ഡോക്ടറുണ്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് OPയിൽ നമുക്ക് നടന്നു വരുന്നത്. ഏകദേശം ഒരു 300ഓളം ആളുകൾ ദൈനംദിനം വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ ചെങ്ങൽ ഗ്രാമപഞ്ചായത്തിലുള്ളത്. മരുന്നുകൾക്ക് അത്യാവശ്യം മരുന്നുകൾക്കെല്ലാം നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ വെച്ചിട്ടുണ്ട്. ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രോജക്റ്റ് വയ്ക്കാറുണ്ട്. പിന്നെ അതിലാണ് നമ്മൾ ഈ പശു വളർത്തൽ, അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ വീട്ടിൽ പോയി അത് പിന്നെ ടെസ്റ്റ് ചെയ്ത് പിന്നെ അവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്വയം തൊഴിൽ എന്നോണം ലാബ് ടെക്നീഷ്യനൊക്കെ പഠിച്ച് നിൽക്കുന്ന വനിതകളുണ്ട്. അവർക്കൊരു സ്വയം തൊഴിൽ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രോജക്റ്റ് കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം വീടുകളിൽ പോയി പാല് എടുത്ത് ആവശ്യമുള്ളവർക്ക് കൊണ്ടു കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രോജക്റ്റ് വച്ചിട്ടുണ്ട്. പിന്നെ സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത് പിന്നെ ഈ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ വരുന്ന വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന വനിതകൾ അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന പരാതി ആയിരുന്നാലും ഇങ്ങോട്ട് റെഫർ ചെയ്ത് നമുക്ക് തരാറുണ്ട്. അതുപോലെ അതും നമ്മൾ പഞ്ചായത്തിൽ ജാഗ്രതാ സമിതിയിൽ വെച്ച് അത് പരിഹരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് പഞ്ചായത്തിൽ നമുക്ക് ജോല എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ആ ജോല എന്ന് പറഞ്ഞ പദ്ധതിയിൽ അത് ICD സൂപ്പർവൈസറും അതുപോലെ തന്നെ ജോലയിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ ഒരു പ്രിൻസി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ നമുക്ക് പഞ്ചായത്തിൽ വരുന്ന പരാതികൾ ഇവരെ ഏൽപ്പിക്കുകയും ഇവർ പോയി വാർഡ് തലത്തിൽ പോയി ആ റിപ്പോർട്ട് എടുത്ത് വന്നിട്ട് ജാഗ്രതാ സമിതിക്ക് തന്ന് അവിടെ വെച്ച് ജാഗ്രതാ സമിതിയിലുള്ള അംഗങ്ങളെല്ലാവരും കൂടെ നേരിൽ കണ്ട് സംസാരിച്ച് ഒരുവിധം പരിഹരിച്ചു പോകുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മെൻസ്ട്രുവൽ കപ്പ് അതിനുള്ള പ്രോജക്റ്റ് ഈ വർഷം വച്ചിട്ടുണ്ട്. പിന്നെ ടീനേജ് പിള്ളേർക്ക് അത് അംഗൻവാടി വഴി നടപ്പിലാക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ എല്ലാം സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ പഞ്ചായത്തിൽ വച്ച് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ പ്രതിഭാപോഷണം പദ്ധതി ഈ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും പാവപ്പെട്ട വീടുകളിലുള്ള പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ആദ്യം സ്കൂൾ തലത്തിൽ ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് പഞ്ചായത്ത് തലത്തിൽ ടെസ്റ്റ് നടത്തി അവർക്ക് ഒരു പ്രോത്സാഹനം നൽകുന്നതിലേക്ക് വേണ്ടിയിട്ട് തുടർ എന്ത് പഠിക്കണം അല്ലെങ്കിൽ അവർ എന്തായി തീരണം ആ ഒരു ലക്ഷ്യത്തോടു കൂടെ അവർക്ക് പ്രത്യേക പ്രോജക്റ്റ് വെച്ച് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രതിഭാപോഷണം പരിപാടി അത് നടപ്പിലാക്കി വരുന്നുണ്ട്. +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും PSCക്കാണല്ലോ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും PSC ടെസ്റ്റ് എഴുതിയിട്ട് ഗവൺമെന്റ് ജോബ് കിട്ടണമെന്നില്ല. അതായത് അതെ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാതെ തന്നെ അവർക്ക് പിന്നെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കോഴ്സ് പഠിച്ചാൽ അവർക്കൊരു ജോലി ലഭിക്കും എന്നതിനെ കുറിച്ച് ഒരു BSSന്റെ കീഴിൽ ഒരു സഹായി എന്ന് പറഞ്ഞ ഒരു സംഘടന വഴി അതിൻ്റെ ഒരു പരിശീലനവും നൽകി വരുന്നുണ്ട്. ഇതൊക്കെയാണ് പഞ്ചായത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതികൾ.
പഞ്ചായത്തിൽ നിലവിൽ എന്തെല്ലാം ടൂറിസം സാധ്യതകളാണ്? നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ പ്രത്യേകിച്ച് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം, അതുപോലെ തന്നെ വ്ളാത്താങ്കര സ്വർഗാരോപിത മാതാ ചർച്ച്, അതുപോലെ തന്നെ വലിയ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള ഒരു ജലാശയമുള്ള ഒരു കുളമാണ്. അപ്പോൾ അതിൽ 20-25 ഏക്കറോളം ഉള്ള ഒരു കുളമാണ് ഈ വലിയ കുളം എന്ന് പറയുന്നത്. അപ്പം ഈ ബൈപ്പാസുമായിട്ട് ചേർന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകൾ കന്യാകുമാരി അങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്ന അതിന് തൊട്ടടുത്ത് ആണ് ഈ 3 സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഏകദേശം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈപ്പാസ് ചെയ്ത് ഈ സ്ഥലത്തെത്തി ചേരാൻ സാധിക്കും. അപ്പോൾ അവിടെ പിൽഗ്രിമായിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പഞ്ചായത്തിൽ ചെങ്ങൽപ്പുഴ. അപ്പോൾ ഈ വലിയ കുളത്തിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റേയും ടൂറിസം യോജിപ്പിച്ചുകൊണ്ട് ടൂറിസവും ബാക്കി പല സോഴ്സും ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങൾ അവിടെ ഈ വലിയ കുളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ബോട്ടിങ് അടക്കമുള്ള പിന്നെ ടൂറിസത്തിന് വന്ന് നല്ല രീതിയിലുള്ള കുട്ടികൾക്കും മറ്റുള്ളവർക്കും വന്ന് കണ്ടുപോയി ഉത്സാഹത്തോടുകൂടി പോകാനുള്ള ഒരു സാധ്യത നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ മാപ്പിങ്ങും അതിൻ്റെ പ്ലാനിങ്ങും എല്ലാം നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം സജ്ജമാണ് പഞ്ചായത്ത്? ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 100% പഞ്ചായത്ത് സജ്ജമാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർ തന്നെ പഞ്ചായത്തിനകത്തുണ്ട്. അത് നമ്മൾ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് നെയ്യാറിനോട് ചേർന്ന് കിടക്കുന്ന 4 വാർഡ് നെയ്യാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഈ കഴിഞ്ഞ മഴ സമയത്തൊക്കെ, കഴിഞ്ഞ 2 വർഷം മുമ്പേയുള്ള മഴ സമയത്തൊക്കെ നമ്മുടെ ഈ 4 വാർഡിലും വെള്ളം കയറി നമ്മൾ സ്കൂളുകളിൽ ക്യാമ്പ് ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്തും കൂടെയാണ്. പിന്നെ ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വന്ന ബൈപ്പാസ് വന്നതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഇത്രയും വെള്ളപ്പൊക്കം നമ്മുടെ പഞ്ചായത്തിലോട്ട് നമ്മുടെ ഈ 4 വാർഡിലും കയറാനായിട്ട് ഇടവന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ NHO ആയിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു, കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയൊക്കെ നമുക്ക് ചെന്ന് കാണാമോ അവരെയൊക്കെ ബന്ധപ്പെട്ടു. പക്ഷേ പിന്നെ അവിടെ ഈ പുറമ്പോക്ക് സ്ഥലമുണ്ട്, ആ ഓടകൾ അടഞ്ഞുപോയി. ഈ ഓടകൾ വഴി വെള്ളം പിന്നെ പോയിക്കൊണ്ടാണിരുന്നത്, നെയ്യാറിലോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം, ബൈപ്പാസിന്റെ നിർമ്മാണം മൂലമാണ് നമുക്ക് ഈ ഓടകളിൽ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം അവിടെ തടയാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കൂടുതൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടായത്. പിന്നെ അത് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഓട ചെയ്തു, എങ്കിലും അത് 100% എത്തിയിട്ടില്ല. പിന്നെ ഈ ഓട ചെയ്യണമെങ്കിൽ തന്നെ 1 കോടിയിലധികം രൂപ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പിന്നെ MP-ക്കും MLA-ക്കും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും അതുപോലെ തന്നെ കളക്ടർക്കും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരിധിവരെ ഇപ്പൊ ഈ വർഷം വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ എന്തായിരുന്നാലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്തില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ 100% ചെയ്തിട്ടുണ്ട്. 400ഓളം കുടുംബങ്ങളെ നമ്മൾ ക്യാമ്പിൽ 400ഓളം കുടുംബങ്ങളെ നമ്മൾ ക്യാമ്പിൽ സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വികസനം ആവശ്യമായിട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷിക്കും അതുപോലെ തന്നെ ടൂറിസത്തിനും പിന്നെ തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സർക്കാരിൻ്റെ എപ്പോഴും പറയുന്നത് പോലെ മാലിന്യ സംസ്കരണം, അതും നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. അത് നമ്മൾ നടപ്പിലാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് അടിയന്തരമായിട്ട് തുടങ്ങി വയ്ക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലതിലും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് NHO-ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അതായത് ഉദയങ്ങര എന്ന് പറഞ്ഞ ആ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ പഞ്ചായത്ത് സ്ഥിതി ചെയ്തത്. അവിടെ ഈ കരക്കൂട്ടം കളിയിക്കുവിള ദേശീയപാതയുടെ ബന്ധപ്പെട്ട് ഇപ്പം റോഡ് വികസനം വരികയാണ്. അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്ത് ഈ റോഡിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പഞ്ചായത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റോഡ് വൈഡനിങ് വരുമ്പോൾ എന്തായാലും ഈ പഞ്ചായത്ത് ഓഫീസും നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ
മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വരും. അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 5 നിലയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് MLAയുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ പിന്നെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കി ഉടൻ തന്നെ അതിൻ്റെ തറക്കല്ല് ഇട്ട് പണി ആരംഭിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് നമ്മൾ സമ്പൂർണ്ണ ഭവന പദ്ധതി നമ്മൾ ലൈഫ് പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നു. 620ഓളം പേർക്ക് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ തന്നെ ഫണ്ട് വെച്ച് അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ച് പണി ആരംഭിക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭവന പദ്ധതിക്ക് വേണ്ടി ഫണ്ട് വെച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 620ഓളം പേർക്ക് നമ്മൾ ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ വീട് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസവും ഒരു അനന്ത സാധ്യതയെന്ന് പറഞ്ഞു, അതിൻ്റെ സാധ്യതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നമ്മൾ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ തൊട്ട് അടുത്ത് തന്നെ 20 സെൻറ്റ് വസ്തു കൊടുത്ത് 17 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വലിയ ഒരു ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല, ചെങ്കൽ, കാരോട്, കുളത്തൂർ പഞ്ചായത്തുകൾക്ക് ഈ ശുദ്ധജലം എത്തിക്കുക വേണ്ടിയുള്ള ഒരു ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ജലജീവൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു, തുടങ്ങി പണി ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പദ്ധതി എന്ന് പറയുന്നത് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കോവിഡ് കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന അനുഭവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യാൻ പോലും നമുക്ക് സ്ഥലം കാണാത്ത ദിവസങ്ങളോളം ആ ബോഡി വെച്ച് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി. അത് ചെങ്കൽ പഞ്ചായത്തിൽ മാത്രമല്ല, നമുക്ക് മൊത്തമായിട്ട് വന്ന ഒരു ദുരിതമായിരുന്നു കോവിഡ്. അപ്പോൾ അതെല്ലാം നമ്മൾ അപ്പോഴും നമുക്ക് മനസ്സിലാക്കിയത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള പഞ്ചായത്തിൽ നമ്മുടെ ആളുകൾ എന്തെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ക്രിമിറ്റോറിയം നമുക്ക് അത്യാവശ്യം, ഇലക്ട്രിക് ശ്മശാനം നമുക്ക് ആവശ്യമെന്ന് നമ്മൾ വിചാരിക്കുകയും ഭരണസമിതി അതിനുവേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു. ക്രിമിറ്റോറിയം നിർമ്മിക്കണം വേണ്ടിയുള്ള നടപടിയെടുക്കണമെന്ന്. അതിൻ്റെ നടപടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഉടൻ തന്നെ ആ പദ്ധതി കൂടി നമ്മൾ ആരംഭിക്കുന്നതാണ്. അങ്ങനെ ഇനിയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ദ്രുതഗതിയിലാണ് നമ്മളിപ്പോൾ ഉള്ള ഭരണസമിതി, ബാക്കി പഞ്ചായത്ത്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.